ഞാൻ ഇന്നലെ 11 മണിക്കാണ് ഇങ്ങനെ ഒരു വാർത്ത കണ്ടത്. അത് ആക്ച്വലി അത് കഴിഞ്ഞ് ആരോ അവിടുത്തെ ഒരു ഭാരവാഹി ഒരു പോസ്റ്റ് ഇട്ടത് ഞാൻ കണ്ടു. പക്ഷെ എൻ്റെ മനസ്സ് തീർച്ചയായിട്ടും വലിയൊരു വേദന ഉണ്ടാക്കുന്നത്. കാരണം അത്രയും അതുപോലുള്ള ആരാണെങ്കിലും അന്തരിച്ചതിന് ശേഷം അത്രയും അപമാനിക്കുന്ന രീതി ഒരു ആക്ട് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് കരുതുകയാണ്. ഏതൊക്കെയാലും ഞാൻ ആദ്യമേ വിളിച്ചത് ചാണ്ടി ഉമ്മനെ തന്നെ ഞാൻ നേരിട്ട് ഫോണിൽ വിളിച്ചു. അപ്പം പറഞ്ഞു അത് വേറെ ആരോ മിസ്ഗൈഡൻസ് ചെയ്തതാണ്, ഒരു കുഴപ്പമില്ല, എനിക്കറിയാം എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ അവിടെയുള്ള ഭാരവാഹികളെ നമ്മുടെ കേരള കോൺഗ്രസ് ഭാരവാഹികളെ പിന്നെ അവിടെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഇന്ന് രാവിലെ ഞാൻ CIയെ വിളിച്ചു സംസാരിച്ചു. ഇമ്മീഡിയറ്റ് ആയിട്ട് ആളിനെ കണ്ടുപിടിച്ച് നടപടി എടുക്കണം. അപ്പം അവിടെ നിന്നുള്ള പോലീസിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഈ വ്യക്തി ചെറിയ കല്ലൊക്കെ കുടിച്ചിട്ട് മാനസികമായ ചെറിയ വിഷയങ്ങളൊക്കെ ഉള്ളതാണ്, അലഞ്ഞു തിരിഞ്ഞൊക്കെ നടക്കുന്നതാണ്. അവിടെ ചെന്ന് അവിടെ വൈദികരുടെ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് വളയ്ക്കുകയോ തിരിക്കുകയോ ഒക്കെ ചെയ്തു. അതിനുശേഷം ഇങ്ങനെ ഇട്ടിട്ട് പോയാണ്. ഏതായാലും CCTV വളരെ ക്ലിയറാണ് എന്ന് വളരെ കൃത്യമായിട്ട് കണ്ടു. അത് ഏതൊക്കെയാലും അതിനായിട്ട് ആളിനെ കണ്ടുപിടിച്ച് കർശനമായ നടപടി എടുക്കും. പക്ഷെ അത് അനാവശ്യമായ മീഡിയയ്ക്കകത്തിട്ടു അതൊരു വാർത്തയാക്കി അങ്ങനെയെല്ലാം ആരെയും ഇച്ചിരി വിവരമുള്ള ആളല്ലെങ്കിൽ ബുദ്ധിയുള്ള ആൾ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം നടന്നു ഉടനെ തന്നെ പുരകത്തി അന്നേരത്തേന് വാഴ വെട്ടാൻ പോകുന്നു പറഞ്ഞവിടെ അങ്ങനെ കിടന്ന് ഇങ്ങനെ വാർത്തകൾ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യം നമുക്ക് എല്ലാവർക്കും വേദനയുള്ള ഒരു കാര്യമാണ്. അത് വളരെ മനസ്സിന് വലിയ വേദനയാണ്. ഞാൻ അതുകൊണ്ട് ആ പടം ഓപ്പൺ ചെയ്തിട്ട് ഞാൻ നോക്കിയത് എന്താണ് സംഭവം. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തതാണ്.